75ാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ ആവുക അപൂർവമാണ്. കോട്ടയം പാല വലവൂരിൽ ജോസഫിനും അന്നക്കുട്ടിക്കും കല്യാണം കഴിഞ്ഞിട്ട് ഇത് 75ാം വർഷമാണ്. ചവാൻ വന്ന് കൊടുത്താലും ഇന്നലെ വന്ന് പറഞ്ഞാലും വോട്ടുകളെല്ലാം കുഞ്ഞുമാണിക്ക്. എന്നാ ഇതിന് പോയേ മുദ്രാവാക്യം വിളിക്കാൻ? മാണിസാറിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിന്. എത്ര വർഷം മുമ്പാ? എത്ര കൊല്ലം മുമ്പാണെന്ന് ഓർക്കുന്നില്ല. എഴുപത്തിയഞ്ച് വർഷം ഒരുമിച്ച് ജീവിക്കുക, സുഖകരമായി സന്തോഷകരമായി ജീവിക്കുക, അതങ്ങനെ എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല എന്ന് പൊതുവെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ അങ്ങനെ രണ്ടുപേരുണ്ട് കോട്ടയം പാല വലവൂരിൽ. വരവനക്കുന്നേൽ വീട്ടിലെ ജോസഫ് എന്ന ആളും ഒപ്പം തന്നെ അന്നക്കുട്ടി എന്ന അമ്മച്ചി. അവരാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. ഇന്ന് അവരുടെ 75ാം വിവാഹ വാർഷികം കൂടിയാണ്. എന്താ അമ്മച്ചി, എന്താ തോന്നേ? സുഖമായിട്ട് ജീവിക്കുന്നു, ഒരു കുഴപ്പമില്ല രണ്ടുപേർക്കും. അപ്പച്ചൻ എന്താണ്, ഒരു സന്തോഷമാണോ ഇത്ര വർഷമാകുമ്പോ? കുറവുണ്ട്, അതാ പറയാൻ പറ്റും. സന്തോഷമുണ്ടോ? സന്തോഷാണോന്ന്? മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ടില്ല അല്ലേ? ഇല്ല, പ്രമേഹ പ്രഷർ ഒന്നും ഇല്ല. ചാത്തൻ ചെയ്യാണ്ട് പ്രമേഹത്തിൻ്റെ ഒക്കെ അത്രയും എനിക്ക് അതൊന്നുമില്ല. ഇത്ര വർഷമാകുന്നു തോന്നുമ്പോഴേ അത് ആളുകളൊക്കെ ഭയങ്കര സന്തോഷം പറയാറുണ്ടോ? അയ്യോ, ഇത്രയായിട്ട് ഒരു അസുഖവും ഇല്ലല്ലോ. എല്ലാവർക്കും ഒരു പ്രയാസം, എല്ലാം കൊണ്ട് പണിയെടുക്കുന്നുണ്ട്. ഇത്രയും പ്രായമായിട്ട് പണിയെടുക്കുന്നുണ്ട്, സുഖമായിട്ട് കഴിക്കുന്ന അതുകൊണ്ട് പ്രയാസം. അത് ഈ പണിയെടുത്തോണ്ടാണോ? ഒരു അതായത് പറമ്പിലൊക്കെ പണിയെടുക്കും അല്ലേ? പറമ്പിലൊക്കെ പണി എന്നാ ചെയ്യുന്നതിനും ഒഴുക്ക് പണിയെടുക്കുന്നതിനും ഒരു കുഴപ്പമില്ല. പിന്നെ പ്രമേഹവും ഇല്ല, പ്രഷറും ഇല്ല, ഒന്നുമില്ല, അസുഖവും. ജോലിയൊക്കെ എടുത്തോണ്ടാണോ അങ്ങനെ ഇല്ലാന്ന് ആയതെന്ന് തോന്നുന്നു? ഒന്നും എടുക്കുന്ന കൊണ്ട് പണിയെടുക്കുന്ന കൊണ്ട് പണിയെടുത്താൽ നമുക്ക് ഒരു ഉത്സവമുണ്ട്. മേലാതിരിക്കുകയാണെങ്കിലും ഉണ്ടല്ലോ, അതൊന്നുമില്ല. നമുക്ക് പണിയെടുക്കും ജീവിച്ചാൽ ഒരു കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ 75 വർഷം മുമ്പേ കല്യാണം നടന്നല്ലോ, അതെങ്ങനെയായിരുന്നു? വീട്ടുകാരെങ്ങനെ ആലോചിച്ചോ? എങ്ങനെയായിരുന്നു നിങ്ങൾ കല്യാണം നടക്കുകയല്ലേ? അവർ കണ്ടുപോയി പഠിച്ചല്ല, ഞങ്ങൾ കണ്ടുപിടിച്ചതല്ല, കാരണന്മാർ കണ്ടുപിടിച്ച് കെട്ടിച്ചു. അന്നത്തെ ഒരു ഓർമ്മയുണ്ടോ? എന്താണ്, എങ്ങനെയായിരുന്നു കല്യാണം എന്നൊക്കെ? സുഖമായിട്ട് കഴിയുന്ന, ഒരു കുഴപ്പമില്ലാതെ. അന്ന് ഒരുപാട് പേര് കല്യാണത്തിനൊക്കെ വന്നിരുന്നോ? എങ്ങനെ വന്നിരുന്നു? എല്ലാരും മേടിച്ച് വായന മകരാദ്യം കെട്ടുന്ന ചെറുക്കാണ്, അത് കാരണം എല്ലാവർക്കും സന്തോഷമായിരുന്നു. അവിടുത്തെ മൂത്ത മകനാണ്. അമ്മച്ചിയോ? എത്ര പേരില്ല? എത്ര പേരുണ്ടായിരുന്നു വീട്ടിൽ? എത്ര പേരുണ്ടായിരുന്നു? മൂന്ന് രണ്ടാണും. അങ്ങനെ ചോദിച്ചാ ചാച്ച, നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നേ? എന്റെ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു? രണ്ട് പെണ്ണും 3 ആണും എന്റെ വീട്ടിലെ, ജനിച്ച വീട്ടിലെ. അന്ന് നടന്ന കല്യാണത്തിന്റെ ഓർമ്മ വല്ലതും ഉണ്ടോ? കല്യാണത്തിന്റെ ഒക്കെ എല്ലാം നല്ല ഓർമ്മയുണ്ടല്ലോ. പ്രയാസമില്ലായിരുന്നു. കല്യാണം കഴിച്ചു തന്നെ ഒരു കൊല്ലം ഇവര് അന്വേഷിച്ചിട്ട് കഴിഞ്ഞ പിന്നെ കല്യാണം ഉറപ്പിച്ചു. കാരണം വീടി വലിക്കില്ലാത്തതും കള്ളു പിടിക്കില്ലാത്തതും ചെറുക്കാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വീട് വലിക്കോ കള്ളു പിടിക്കലോ ഒന്നുമില്ല. അപ്പൊ നല്ല സന്തോഷമായിട്ടായി. പരസ്പരം ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നോ? അതോ ചെറിയ അടിയും പിടിയൊക്കെ ഉണ്ടായിരുന്നോ? വഴക്ക്? അടിയും പിടിയോ ഒന്നും ഇല്ലായിരുന്നു. വീട്ടിൽ സന്തോഷമായിട്ട്
ഞാനും പെണ്ണുങ്ങൾ മൂത്തേ എന്നെ കൊണ്ട് എടുക്കാനും അതുകൊണ്ട് കാർലന്മാർക്ക് വലിയ സന്തോഷമായിരുന്നു എന്നോട്. അതെന്താ ഇത്ര കാലം വലിയ സന്തോഷമായിട്ടിരിക്കുന്നതിന്റെ രഹസ്യം എന്താ? എന്നാന്ന് ചോദിച്ചാ ഒരു പ്രയാസവും ഇല്ല, പണിയെടുക്കുന്നുണ്ട്, പണിയെടുപ്പിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എന്നോട് സന്തോഷമായിരുന്നു എല്ലാവർക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ കപ്പയ്ക്ക് ഇട കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇവിടുന്ന് കുറച്ച് അകലെയാ സ്ഥലം. ഇവിടുന്ന് പോയി കാലത്തെ കാപ്പി കുടിച്ച് ചോറും ഒക്കെ ഉണ്ടാ പോയത്. അവിടെ വീട് പെരയൊക്കെ ഉണ്ട്. 4 മണിയായപ്പോഴത്തേനൊരു മഴ പെയ്തു. മഴ പെയ്തപ്പോൾ അവിടെ ചക്ക വെട്ടാനായിട്ട് പരിക്കാത്ത കയറി. ഇന്ന് ചക്ക വെട്ടി ഞാൻ പറക്കി ഇവിടെ ഒരു ഇടി വെട്ടി ഇവിടെ ബോധം കെട്ടുപോയി. അങ്ങനെ അന്ന് അതൊക്കെ ഓർമ്മയുണ്ടോ അമ്മച്ചിക്ക്? ബോധം കെട്ട് ഞാൻ ബോധം കെട്ട് പരിക്കാത്തോട്ട് കയറി. ചക്ക വെട്ടാന്ന് ഇടി പണിഞ്ഞപ്പം പരിക്കാത്തോട്ട് കയറി, ചാത്തരം കയറി, ഞാനും കയറി. വേറെ പ്രയാസമൊന്നുമില്ല. വേറെ ജീവിതത്തിൽ എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല? ഒന്നുമില്ല. ചാത്തന് അതാണ്ട് പ്രസിഡന്റ് പ്രമേഹത്തിന്റെ ആണ്ടൊരു കുഴപ്പമില്ല. വേറെ എനിക്കൊന്നുമില്ലായിരുന്നു. മക്കൾ എത്ര പേരുണ്ടായിരുന്നു? എനിക്ക് 3 പെണ്ണും ആണുങ്ങളെ മറന്നുപോയി. എത്ര മക്കൾ ഉണ്ടായിരുന്നു ചോദിക്കുക? ചാത്തന് എത്ര മക്കളുണ്ടായിരുന്നു? ചാത്തന് എനിക്ക് ആദ്യം ഉണ്ടായ മകന് ആംബുലൻസൊക്കെ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് അസുഖം വന്ന് മരിച്ചുപോയി. രണ്ടാമതുണ്ടായത് അവരുടെ വീട്ടിലായിരുന്നു. പ്രസവിച്ചു പോകുന്നില്ല. ആശുപത്രിയിൽ പോയി കൊച്ചി എടുക്കുക, മരിച്ചുപോയി. പിന്നെ ഇവിടെ വന്നാൽ എല്ലാം ഇവിടുന്ന് ആശുപത്രിയിലൊക്കെ പോയി 4 ഓപ്പറേഷനും 4 പേരും ഓപ്പറേഷൻ ചെയ്തെടുത്തു. 4 കുട്ടികൾ, 4 പിള്ളേരുണ്ടല്ലേ? ആ, 3 പെണ്ണും 1 ആണും. കൃഷി ഉണ്ടായിരുന്നോ? കൃഷിയൊക്കെ ചെയ്യുവാനോ? കൃഷി ചെറുപ്പത്തിൽ തുടങ്ങി. കൃഷി എല്ലാ കൃഷികളും ഉണ്ട്. നെല്ലാണ് പ്രധാനപ്പെട്ട കൃഷി. രണ്ടാമത് ഇഞ്ചിക്കൃഷി, പിന്നെ കപ്പ, വാഴ, ചേമ്പ് ഇതെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്. നെല്ലിൻ്റെ കൃഷിയുടെ കരൂർവാടിലെ 1-ാം തവണ നെല്ലാന്ന് പറഞ്ഞത് അതിന് കൃഷിഭവനിൽ നിന്ന് പൊന്നാട അണിയിച്ചിട്ടുണ്ട്. അങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട്. എന്തായാലും 75 വർഷം പൂർത്തിയായി. 100 വർഷം എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. സന്തോഷമായിട്ട്. അതിലെല്ലാവർക്കും വലിയ പറയാത്ത ഒരു അസുഖവും ഇല്ല. ഒരു അസുഖം, നല്ല പണിയെടുത്ത് ജീവിക്കുന്നു. അവരെല്ലാം വലിയ വന്ന് പരാതിപ്പെടുമായിരിക്കില്ലേ? എല്ലാവർക്കും അസുഖമാണ്. ഞാനും ഒരു പണിയെടുക്കും. ചാച്ചായോട് അത്രയും പറ്റിയത്. 19ാമത്തെ വയസ്സിലായിരുന്നു കല്യാണം. ഇവളുമായിട്ട് 4 ദിവസത്തെ വ്യത്യാസമുള്ളൂ. 4 ദിവസത്തെ എളുപ്പമുണ്ട്. അത്രേ ഉള്ളൂ. വയസ്സ് തമ്മിൽ വലിയ വ്യത്യാസമില്ല. അന്ന് പള്ളി വെച്ച് വലിയ പരിപാടിയൊക്കെ, പള്ളിയിൽ വെച്ച കല്യാണമൊക്കെ ഒരുപാട് ആളൊക്കെ പങ്കെടുത്തായിരുന്നു. എല്ലാവരും പങ്കെടുത്തു. എന്തായാലും ഇതാണ് സന്തോഷകരമായ ഒരു കാഴ്ചയാണ്. ഇവരുടെ അടുത്തിങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്ന ഒരു വലിയ സന്തോഷമാണ്. ഈ 2 പേര് ആദ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ചില വെല്ലുവിളികളൊക്കെ അവർ പറയുകയുണ്ടായി. ചാച്ചൻ തന്നെ ഓർമ്മയെടുത്ത് പറയുന്നുണ്ടായിരുന്നു. 2 കുട്ടികൾ ആദ്യം ഉണ്ടായത് മരിക്കുന്ന സാഹചര്യമൊക്കെ. പക്ഷെ അതിനുശേഷം അവർ ഒരുമിച്ച് 75 വർഷം ഇന്ന് പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ സന്തോഷകരമായ കാര്യം. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നവർ പറയുന്നു. ചെറിയ രീതിയിൽ കേൾവിക്കുറവ്, ചെറിയ ചാച്ചനാണെങ്കിൽ ചെറിയ പ്രമേഹത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിച്ചു നിർത്തിയാൽ 94 വയസ്സ് പിന്നിടുകയാണ് രണ്ടുപേരും തമ്മിൽ 4 വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. എന്തായാലും പാലാ വലവൂരിൽ നിന്നാണ് ഈ സന്തോഷ കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18.